കൈകളിൽ സിഗ്നേച്ചർ റിങ്സും സ്റ്റൈലിഷ് ആക്സസറീസും ധരിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ യൂത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ. റസൂലുള്ളാഹിയിലേക്ക് നോക്കൂ, അവിടുന്നും സൗന്ദര്യമേകുന്ന മനോഹരമായ മോതിരം ധരിച്ചിരുന്നു. അവിടുന്ന് മോതിരം ഉപയോഗിച്ചു തുടങ്ങുന്നത് ഒരു ഡിപ്ലോമാറ്റിക് മൂവായിരുന്നു. അറേബ്യയ്ക്ക് പുറത്തുള്ള സൂപ്പർ പവറുകളായ കിസ്റയ്ക്കും കൈസറിനുമെല്ലാം ഇസ്ലാമിക സന്ദേശമയക്കാൻ കത്തുകൾ തയ്യാറാക്കിയപ്പോൾ അവിടുത്തെ അനുചരർ പറഞ്ഞു, ഇന്നൽ അജമ ലാ യഖ്ബലൂന കിതാബൻ ഇല്ലാ ബി ഖാതം. അനറബികളായ ഭരണാധികാരികൾ സീൽ ചെയ്യാത്ത കത്തുകൾ സ്വീകരിക്കുകയില്ലെന്ന്. അങ്ങനെയാണ് മോതിരം അവിടുത്തെ ഭാഗമാകുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഓരോ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാന ഖാതമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ വരിഖിൻ വകാന ഫസ്സുഹു ഹബശിയ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം ശുദ്ധമായ വെള്ളി കൊണ്ടുള്ളതും അതിൻ്റെ കല്ല് അബസീനിയയിൽ നിന്നും കൊണ്ടുവന്നതുമായിരുന്നു. ആ മോതിരത്തിൻ്റെ കല്ലിൽ 3 വരികളിലായി വളരെ പെർഫെക്റ്റായി പണി കഴിപ്പിച്ച ഒരു ഡിസ്ക്രിപ്ഷനും ഉണ്ടായിരുന്നു. മുഹമ്മദുൻ റസൂലുള്ള എന്നതാണത്. മോതിരക്കല്ല് കൈയുടെ ഉൾഭാഗത്തേക്ക് വരും വിധം വലത് കൈയുടെ ചെറുവിരലിലായിരുന്നു അവിടുന്ന് മോതിരം ധരിക്കാറുള്ളത്. നമുക്കും ഇങ്ങനെ ധരിച്ചു നോക്കാം. ബട്ട് ഇൻറ്റൻഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എവറി ആക്ട് ഓഫ് വർഷിപ്പ്. ഏതൊരു ഇബാദത്തിനും നിയത്ത് പ്രധാനമാണല്ലോ. നിയത്ത് കൂടെ കരുതിക്കോളൂ.